അന്നേ ഞങ്ങൾ പറഞ്ഞതാണ് ഈ പല ചാനലുകളിൽ നിന്ന് പൈസ കൊടുത്ത ആളുകളെ കൊണ്ടുവരുന്നത് അവർ പോകുമെന്ന്. റിപ്പോർട്ടർക്കാരും മരമുറിക്കാരും അഗസ്റ്റിൻ ചേട്ടന്മാർ കേട്ടില്ല. ഇപ്പം നോക്കൂ, സുജയ പാർവതി അവിടെ നിന്ന് ചാടി, റിപ്പോർട്ടറിൽ നിന്ന് ചാടി. അടുത്ത് ചാടാൻ നിൽക്കുന്നത് സ്മൃതി പരുത്തിക്കാടാണ്. പക്ഷേ ഈ സുജയ പാർവതി ചാടിയപ്പോൾ സുജയ പാർവതിക്ക് ജൂനിയർ ആയിട്ടുള്ള കുറേ വനിതകൾ അവിടെ നിന്ന് ചാടിയായിരുന്നു. ആങ്കർമാരും റിപ്പോർട്ടർമാരുള്ള കുറേ വനിതകൾ ചാടിയായിരുന്നു. ഈ വനിതകളെല്ലാം പറയുന്നത് നമ്മുടെ 2-3 പുരുഷ കേസരിമാരെ കുറിച്ചാണ്. അതിൽ ഒരു കേസരിയുടെ പേര് ഞാൻ പറയുന്നില്ല, പക്ഷെ അദ്ദേഹം കുതിരപ്പുറത്ത് കയറും. അദ്ദേഹത്തിന് തലമുടി വലുതായിട്ടില്ലാത്ത ആളാണ്. അദ്ദേഹം ബ്രാഹ്മണിക്കൽ ഹെജിമണിയിൽ PhD ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ്. ഒരു പേരിലൊരു ഡോക്ടറേറ്റ് ഉണ്ട് ഇപ്പോൾ, പക്ഷേ ബ്രാഹ്മണിക്കൽ ഹെജിമണിയിൽ PhD ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ് അദ്ദേഹം. നേരെ വെളുത്ത അദ്ദേഹത്തിൻ്റെ ജോലി ഈ ഏത് കാര്യത്തെയും വെളുപ്പിച്ചെടുക്കും. പുള്ളിയെ കൊടുത്തു കഴിഞ്ഞാൽ എത്ര അഴുക്കുള്ളതിനെയും പുള്ളി വെളുപ്പിച്ചെടുക്കും. അങ്ങനെ ഇപ്പം ശബരിമല കേസ് തന്നെ അവസാനം കൊണ്ട് തിരിച്ച് വെളുപ്പിച്ച് വേറെ രൂപത്തിലൊക്കെ ആക്കി. UDF അജയത്തറയിൽ പരസ്യമായി ചെയ്ത, പ്രയാർ ഗോപാലകൃഷ്ണനും അജയത്തറയിലും പരസ്യമായി ചെയ്ത ഒരു കാര്യം, പരസ്യമായി എല്ലാവരും കാണുകയും ആചാരപരമായി കൊടുക്കുകയും ചെയ്ത ഒരു കാര്യത്തെക്കുറിച്ച് വാജിവാഹനം എന്നൊക്കെ പറഞ്ഞ് വേണ്ട ബഹളം ഉണ്ടാക്കുന്ന ഒരു ചേട്ടനുണ്ട്. കോഫി വിത്ത് ചേട്ടൻ എന്ന് പറയുന്നുണ്ട്. ഞാൻ പേര് പറയുന്നില്ല. അതിന് പേര് പറയുന്നത് വേറെ ഒന്നുകൊണ്ടല്ല, അങ്ങനത്തെ പേര് പറയേണ്ടെന്ന് വിചാരിച്ചിട്ട്. എന്തായാലും സുജയ പാർവതി വലിയ പീഡനം അനുഭവിച്ചിട്ടാണ് അവിടെ നിന്ന് പോയിരിക്കുന്നു എന്നറിയുന്നത്. ഈ പീഡനം നടത്തിയിരിക്കുന്നത് ഇവരാണ്. അത് ഒന്ന് സാമ്പത്തിക പീഡനമാണ്, പറയുന്ന കാശ് കൊടുക്കാതിരിക്കുക, അതും പീഡനമാണല്ലോ. കൊടുക്കാതിരിക്കുക, കൂടെ ഉള്ള പലർക്കും വലിയ ശമ്പളം കൊടുക്കുക, അതൊരു വലിയ പീഡനമാണ്. അപ്പോൾ സാമ്പത്തിക പീഡനമുണ്ട്, പിന്നെ മറ്റു തരത്തിലുള്ള മാനസിക പീഡനമുണ്ട്. ചർച്ചയിലായാൽ പോലും ഒരു സംഖ്യയാക്കിക്കൊണ്ട്, അവർ സത്യം പലപ്പോഴും പറയുമ്പോഴും അവരെ സംഖ്യയാക്കിക്കൊണ്ടുള്ള ഒരു മാനസിക പീഡനമുണ്ട്. പിന്നെ സ്ത്രീ പുരുഷ പ്രശ്നങ്ങളുണ്ടല്ലോ, അതിൻ്റെ അങ്ങനെ പീഡനങ്ങളുടെ ഒരു പരമ്പര കൊണ്ടാണ് പിന്നെ സുജയ പാർവതി അവിടെ നിന്ന് മാറിപ്പോയിരിക്കുന്നത്. ഇത് വലിയ ഒരു വിഷയമാണ്. അടുത്തത് സ്മൃതി പരുത്തിക്കാടാണ് പോകാൻ നിൽക്കുന്നത്. ഇതുപോലെ തന്നെ പുതിയൊരു വലിയ ചാനൽ വരുന്നു എന്ന് കേൾക്കുന്നു. അവിടേക്കാണ് പലരും പോകുന്നത്. 24-ൽ നിന്ന് 24-ലെ ഈ ഒരു വികട വിദ്വാനുണ്ട്, നമ്മുടെ സരസ്വതി കടാക്ഷം വായി നിൽക്കുന്ന ഒരു ആളുണ്ട്, ഹാഷ്മി താജുദ്ദീൻ. അദ്ദേഹവും പോകാൻ ചാടിപ്പോകാൻ നിൽക്കുന്നു. ശ്രീകണ്ഠൻ നായർ വളരെയധികം മോഹന സുന്ദര വാഗ്ദാനങ്ങളൊക്കെ കൊടുത്ത് അവിടെ നിർത്തിയിരിക്കുകയാണ്. പക്ഷേ എന്തായാലും അദ്ദേഹവും ചാടിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ എല്ലാ പ്രമുഖ ചാനലുകളിലെയും പ്രമുഖരായിട്ടുള്ള ആളുകളെ പലരെയും ചാടിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അവർക്ക് കൂടുതൽ പാക്കേജുകൾ കൊടുത്തുകൊണ്ട്, പുതിയ പൊസിഷനുകൾ കൊടുത്തുകൊണ്ടും കരിയർ നോക്കുന്നവരാണല്ലോ. ഈ ഏറ്റവും വലിയ പ്രത്യേകത, ഈ ചാനലുകളിൽ പ്രവർത്തിക്കുന്നവരുടെ ഏറ്റവും വലിയ പ്രത്യേകത, അവർ രാഷ്ട്രീയമൊക്കെ പറയും, വന്നിരുന്ന് രാഷ്ട്രീയം പറഞ്ഞ് തള്ളി മറിക്കുന്ന കണ്ടാൽ നമുക്ക് തോന്നും അവർ ഭയങ്കര സംഭവം തോന്നും. പക്ഷേ അവർക്ക് നല്ല കുറച്ചുകൂടി ഹയർ പാക്കേജ് കിട്ടിയാൽ, അത് അധികാരം കൊണ്ടുള്ള പാക്കേജ് ആകട്ടെ, പേരുകൾ കൊണ്ടുള്ള പാക്കേജ് ആകട്ടെ, സാമ്പത്തികമായ പാക്കേജുകളാകട്ടെ, കിട്ടിയാൽ അവർ ചാടിക്കളയും. അപ്പോൾ അങ്ങനെ ചാടിക്കളയുന്ന കൂട്ടത്തിൽ ഇവിടുത്തെ പീഡനങ്ങൾ സഹിക്കവയ്യാതെ, ഇവിടുത്തെ റിപ്പോർട്ടർ ചാനലിലെ പീഡനങ്ങൾ സഹിക്കവയ്യാതെ സുജയ പാർവതി അവിടെ നിന്ന് ചാടി എന്നുള്ളതാണ് നമുക്ക് കിട്ടുന്ന വിവരം. അതുപോലെ സ്മൃതി പരുത്തിക്കാടും ചാടാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഉള്ളത് ഈ പറയുന്ന നമ്മുടെ ക്യാപ്റ്റൻ അരുണും, ഡോക്ടർ ക്യാപ്റ്റൻ അരുണും പിന്നെ സംഘവും ഒക്കെയാണ് ഉള്ളത്. അത് ചിലപ്പോൾ ഇവർ വേറെ എവിടെ നിന്നും ആരെങ്കിലും അടിച്ചുകൊണ്ട് പോകുക എന്നുള്ളത് വേറെ കഥ. എന്തായാലും പുതിയ ചാനൽ വരുന്നുണ്ട്. പുതിയ ചാനലിലേക്ക് ഈ പറയുന്ന ടീമുകളെല്ലാം പോവുകയാണ്. പിന്നെ ഈ സുജയ പാർവതിയുടെ കൂടെ ഉണ്ടായിരുന്ന, അവിടെ ഉണ്ടായിരുന്ന റിപ്പോർട്ടർ ചാനലുണ്ടായിരുന്ന ജൂനിയർ ആയിട്ടുള്ള ചില വനിതകൾ, പെൺകുട്ടികളെന്നോ വനിതകളെന്നോ വിവാഹം കഴിച്ചെങ്കിൽ പിന്നെ വനിതകളാവുമല്ലോ, വനിതകളായിട്ടുള്ളവർ, അവരും ഇങ്ങനെ, അത് പക്ഷേ വേറെയാണ് പീഡനം, ലൈംഗിക പീഡനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അത് സോഷ്യൽ മീഡിയയിൽ വലിയ വാർത്തയായി. പക്ഷേ ഗവൺമെൻറ്റിനെ സപ്പോർട്ട് ചെയ്യുന്നൊരു ചാനൽ എന്നുള്ള നിലയിൽ അത് കേസും വഴക്കമൊന്നായില്ല. ആ പെൺകുട്ടികൾ കേസ് കൊടുക്കാൻ പോയുമില്ല. അവർ പോലീസിലേക്ക് കേസായിട്ട് പോയില്ല. അവർ ചില കാര്യങ്ങളൊക്കെ വന്ന് ഈ ഏതിൽ പറഞ്ഞു, ഈ സോഷ്യൽ മീഡിയയിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലൊക്കെ പറഞ്ഞിട്ട് അവരങ്ങ് പോയി. അതേസമയം മറ്റാരുടെയെങ്കിലും ഒരു കാര്യം, പൊതുവിഷയമാണ്, ഇതുപോലെ ഇൻസ്റ്റഗ്രാമിലോ സോഷ്യൽ മീഡിയയിൽ ആരെങ്കിലും ഇട്ടിരുന്നെങ്കിൽ ഇതേ അരുണും TV പ്രസാദും ഒക്കെ അതിനെ കുത്തിപ്പൊക്കി കൊണ്ടുവന്ന് അവസാനം ഇവിടെ ആടിനെ പട്ടിയാക്കിയേനെ. പക്ഷേ ഇത് അവരുടെ തന്നെ വിഷയമാക്കിയതുകൊണ്ട് അവരങ്ങനെ എടുത്തില്ല, വിഷയം പുറത്തെടുത്തില്ല, മറ്റ് ചാനലുകളും അത് ഏറ്റെടുത്തില്ല. ആകപ്പാടെ റിപ്പോർട്ടർ ചാനൽ ഈ പിന്നെ റേറ്റിങ്ങിന് വേണ്ടി കാശ് കൊടുത്തത് മാത്രമാണ് ശ്രീകണ്ഠൻ നായർ പിടിക്കുകയും അതുകൊണ്ട് കേസ് കൊടുക്കുകയും പിന്നെ അവസാനം ഒരു പെനാൽറ്റി കൊടുക്കുകയൊക്കെ ചെയ്ത്, പിന്നെ അതുപോലെ തന്നെ പിന്നെ ഈ ചാനലുകളിൽ വന്ന വാർത്ത വെച്ചുകൊണ്ട് ഏഷ്യാനെറ്റ് അടക്കമുള്ള ചാനലുകളിൽ റിപ്പോർട്ടർ ചാനലിനെ കുറിച്ച് മരമുറിയെക്കുറിച്ച് കൊടുത്തത് തെറ്റാണെന്ന് പറഞ്ഞ് കോടതിയെ കൊണ്ട് തെറ്റിദ്ധരിപ്പിക്കുകയും ബാംഗ്ലൂർ കോടതിക്ക് അവസാനം 10,000 രൂപ അടക്കുകയൊക്കെ ചെയ്യേണ്ടി വന്ന സോഷ്യൽ മീഡിയയിൽ എന്തൊക്കെ സോഷ്യൽ മീഡിയയിൽ ഇട്ടിരുന്നോ അതെല്ലാം തിരിച്ച് സോഷ്യൽ മീഡിയ ഇടാനൊക്കെയുള്ള അനുവാദമൊക്കെ കോടതി കൊടുത്തു. അങ്ങനെ പലതരത്തിൽ റിപ്പോർട്ടർ ചാനൽ ഇങ്ങനെ ബഹളമുണ്ടാകും. നമുക്ക് റിപ്പോർട്ടർ ചാനലിനോട് എതിർപ്പൊന്നുമില്ല. പക്ഷേ ഞാൻ പറഞ്ഞത് ഇങ്ങനെ
ചില പരിപാടികൾ നടക്കുമ്പോൾ ആ സാഹചര്യത്തിൽ നിൽക്കാൻ പറ്റാതെ വന്നപ്പോഴാണ് സുജയ പാർവതി അവിടെ നിന്ന് ചാടിയിരിക്കുന്നത്. ഇനിയും പല ചേട്ടന്മാരും ചേച്ചിമാരും അവിടെ നിന്ന് ചാടാൻ റെഡിയായി നിൽപ്പുണ്ട്. അപ്പോൾ അടിസ്ഥാനപരമായ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അത് നികേഷ് കുമാറിൻ്റെ കാലത്തും ഇതുപോലെ അവിടെ ഒരു ശാപം കിടപ്പുണ്ട്. നികേഷ് കുമാറിൻ്റെ കൂടെ വലങ്കയ്യാൻ ഒരു വനിതയെ അവിടെ നിന്ന് പുറത്താക്കി. അവരെ എടുത്തില്ല, റിപ്പോർട്ടറിൽ എടുത്തില്ല. അവർ കണ്ണുനീരും കരച്ചിലുമായി അവസാനം ഒരു ഓൺലൈൻ ചാനൽ തുടങ്ങി അവർ മാറി. അപ്പോൾ പിന്നെ അത് അവർ മാറിയതിൻ്റെ ഒരു ശാപം അവിടെ കിടപ്പുണ്ട്, റിപ്പോർട്ടറിൽ കിടപ്പുണ്ട്. ഇപ്പോൾ ഇതാ വീണ്ടും ആ ശാപത്തിൻ്റെ പുതിയ രൂപമായി അടുത്ത ശാപം അവിടെ ബാധിച്ചിരിക്കുകയാണ്. അതിൽ സുജയ പാർവതിയാണ് ഇപ്പോൾ ചാടിയിരിക്കുന്നത്. അവർ ഡിമാൻഡുള്ള ഒരു പിന്നെ റിപ്പോർട്ടറാണ്, ഒരു മാധ്യമ പ്രവർത്തകയാണ്. അതുകൊണ്ട് പിന്നെ സംഘപരിവാറിൻ്റെയൊക്കെ ശക്തമായ പിന്തുണയുണ്ട് അവർക്ക്. അവർ BJP അല്ല എങ്കിലും സംഘപരിവാറുകാരുമായിട്ടൊക്കെ നല്ല ബന്ധമുള്ള ആളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് സുജയ പാർവതിയെ കൊണ്ടുപോകുന്നതിൽ പുതിയ ചാനലിന് അതിൻ്റേതായ ലക്ഷ്യമുണ്ടായിരിക്കും. എന്തായാലും നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ കാണണം, മറ്റുള്ളവരെയൊക്കെ സദാചാരം പഠിപ്പിക്കുകയും നിങ്ങളെല്ലാവരും സദാചാരമായി ജീവിക്കുകയും ചെയ്യണമെന്ന് പറയുന്ന ചാനലുകളിൽ, പ്രത്യേകിച്ച് റിപ്പോർട്ടർ ചാനലിലൊക്കെ ചില ദിവസങ്ങളിൽ രാവിലെ അരുൺ വന്നിട്ട് സദാചാരം പഠിപ്പിക്കും. കേട്ട് കഴിഞ്ഞാൽ നല്ല രസമാണ് പഠിപ്പിക്കുന്നത്. കേട്ട് കഴിഞ്ഞാൽ അത് നമ്മൾ ആരെങ്കിലും വീണു പോകും. മച്ചിപ്പശു പ്രസവിക്കും, പിന്നെ എന്താണ് കുഞ്ഞുങ്ങൾ പിന്നെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങൾ താരാട്ട് കേട്ടതുപോലെ ഉറങ്ങും. നല്ല രസകരമാണ്. കുറേ ഡയലോഗുകൾ ഇങ്ങനെ മോട്ടിവേഷൻ സ്പീച്ച് പറയുന്നത് നമ്മുടെ അരുണിൻ്റെ. അവിടെ നിന്ന് തന്നെ ആളുകൾ കൊഴിഞ്ഞു പോകുന്നു എന്നുള്ളത് വളരെ പ്രധാനമാണ്. എന്തായാലും സുജയ പാർവതി പോയത് ഞാൻ പറഞ്ഞ പോലെ സാമ്പത്തിക പീഡനം, മാനസിക പീഡനം, അതുപോലെ തന്നെ സ്ത്രീ എന്നുള്ള നിലയിലുള്ള പീഡനം, പലതരത്തിലുള്ള പീഡനങ്ങൾ അനുഭവിച്ചത് കൂടി കൊണ്ടും അപ്പുറത്ത് കുറച്ചുകൂടി മെച്ചപ്പെട്ട ഈ പീഡനങ്ങൾ കുറഞ്ഞിട്ടുള്ള മെച്ചപ്പെട്ടൊരു പദവിയും മെച്ചപ്പെട്ടൊരു പെർക്സും സാമ്പത്തികവും കിട്ടി എന്നറിഞ്ഞുകൊണ്ടാണ് സുജയ പാർവതി ചാടിയിരിക്കുന്നത്. എന്തായാലും നമുക്ക് കാര്യങ്ങൾ കാത്തിരുന്ന് കാണാം. ഈ ചാനലുകളിൽ നടക്കുന്ന ചക്കളത്തി പോരാട്ടങ്ങൾ, പല ചാനലുകൾ, ഇപ്പോൾ വേണു എന്ന് പറഞ്ഞാൽ മാതൃഭൂമിയിൽ നിന്നു, അവിടെ നിന്ന് വേണു റിപ്പോർട്ടറിൽ പോയി, അല്ല 24 പോയി, അവിടെ നിന്ന് മീഡിയ വണ്ണിൽ പോയി, ഇപ്പോൾ വീണ്ടും അവിടെ നിന്ന് വേറെ ഒരു സ്ഥലത്തേക്ക് പോയിരിക്കുന്നു. ഓരോരുത്തരും ഇങ്ങനെ ചാനലുകളിൽ നിൽക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് യാതൊരു തത്വവുമില്ല, തത്വദീക്ഷയുമില്ല, ഒന്നുമില്ല. കാശ് കിട്ടുമോ അവർക്ക്. പ്രമോദ് നാരായണൻ വലിയ സദാചാരം പറഞ്ഞുകൊണ്ടിരുന്ന ആളാണ് മനോരമയിലുണ്ടായിരുന്നപ്പോൾ. ഇപ്പോൾ മീഡിയ വണ്ണിലാണ് ഇരിക്കുന്നത്. മീഡിയ വണ്ണിൻ്റെ പൊളിറ്റിക്സ് അല്ലെങ്കിൽ മീഡിയ വണ്ണിൻ്റെ തത്വം എന്താണെന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ്. പക്ഷേ അങ്ങനെയൊന്നുമില്ല. നല്ല കാശ് കിട്ടുകയും നല്ല പെർക്സ് കിട്ടുന്നു, നല്ല പൊസിഷൻ കിട്ടുന്നു എന്ന് പറഞ്ഞാൽ ചാടിക്കളിക്കും. പിന്നെ ഈ പീഡനങ്ങൾ കൂടി ഉണ്ടെങ്കിലും ചാടിക്കളിക്കും. ഇവിടെ നിന്ന് സുജയ പാർവതി ചാടിയത് ഞാൻ ഈ പറഞ്ഞ വിവിധ തരത്തിലുള്ള പീഡനങ്ങളുടെ ബാക്കി പത്രമാണെന്നുള്ളതാണ് കരക്കമ്പിയായി കേരളത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്നത്.